guys, welcome back to my YouTube channel. It's me, Anaga. നാളെ അനുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. 24-ാം തീയതി സൺഡേ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്നൊരു സംവിധാനമാണ്. അപ്പോൾ അവിടെ നാളെ അവധിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ശനിയാഴ്ച കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അനുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാമെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ അവിടെ തന്നെ കേട്ടോ ഫുഡൊക്കെ കഴിച്ചത്. നല്ല ഫുഡായിരുന്നു. അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് ഉണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, പിന്നെ കുട്ടികളുടെ അമ്മമാരുണ്ടായിരിക്കും അവിടെ. അപ്പോൾ ഇവരൊക്കെ കൂടെ നിന്ന് കേട്ടോ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരോടും ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഒന്ന് സംസാരിച്ചു. അപ്പോൾ അവർ പറയുന്ന കഴിഞ്ഞ ആഴ്ച ഇവിടെ ഈശ്വർ മാൽപ്പെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞങ്ങളടുത്ത് പറഞ്ഞു തരുന്നു. ഇതാണ് കേട്ടോ. പ്രോഗ്രാമൊക്കെ കണ്ടല്ലോ അല്ലേ. അപ്പം അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ ഒരു 2:30 എത്തി കേട്ടോ, വീട്ടിലെത്തി. ഇനി നമുക്ക് നാളെയാണ് അനുവിന് വേണ്ടിയിട്ട് അനുവിൻ്റെ ഇഷ്ടം പോലെ അവൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാൾ ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാം, ആളെന്നെ അറിയാം കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ പോകാനുണ്ട്. അപ്പം നാളെയാണ് 24th, അവളുടെ ബർത്ത്ഡേ നാളെയാണ്. അപ്പം മനസ്സിലെന്തോ അവൾക്ക് ഏറ്റവും ഇഷ്ടം അവിടെ ആയിരിക്കും, അവരോട് കൂടെ ചിലവഴിക്കാനായിരിക്കും ഇഷ്ടം എന്ന് എനിക്കൊരു തോന്നൽ. അപ്പം നാളെ അങ്ങോട്ട് പോകണം. അപ്പം അവിടെ വലിയൊരു സർപ്രൈസ് ഉണ്ട്. അത് ഞാൻ നാളെ പറയാട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ. അപ്പം നമുക്ക് അവർക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇറങ്ങാണ്. എന്താ സമയം 5 മണിയായി. അങ്ങനെ ഗിഫ്റ്റൊക്കെ വാങ്ങി എല്ലാം സെറ്റായിട്ടോ. നാളെ ഉച്ചയ്ക്ക് ഒരു 2 മണിയായ ഞങ്ങൾ ഇറങ്ങണം. അപ്പോൾ അനുവിൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട് അഞ്ജലി ഉണ്ടല്ലോ, അഞ്ജലിയുടെ വീട്ടിലേക്കാട്ടോ ഞങ്ങൾ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ട് പരിചയം ഉണ്ടായിരിക്കും, കേട്ട പരിചയം ഉണ്ടായിരിക്കും, കണ്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് അഞ്ജലി. അഞ്ജലി എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. അത്രയും നമ്മുടെ എല്ലാ സുഖത്തിലായാലും ദുഃഖത്തിലായാലും എല്ലാ കാര്യത്തിലും അഞ്ജലി അത് അവളുടെ ഫാമിലി ഫുൾ സപ്പോർട്ടായിരുന്നു ഞങ്ങളുടെ കൂടെ കേട്ടോ. ഇത് അഞ്ജലിയുടെ കൂടെ അനുവിൻ്റെ ഓരോ സന്തോഷ നിമിഷങ്ങളാണ് ഇതൊക്കെ. അപ്പം എനിക്ക് എന്താ അറിയില്ല, പെട്ടെന്ന് അഞ്ജലിയുടെ കൂടെ കേക്ക് കട്ട് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വന്നു. ഇനി ഇവിടെ വലിയൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അഞ്ജലി പ്രഗ്നൻ്റ് ആണ് കേട്ടോ, 5 മാസം ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷം കൂടി ഉണ്ട്. അപ്പോൾ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ഇതുവരെ അഞ്ജലിയെ കാണാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അനുവിന് എല്ലാ ബർത്ത്ഡേക്കും കേക്ക് കട്ട് ചെയ്യണം, അങ്ങനെ ഒരു താല്പര്യം ഉണ്ട് അനുവിന്. അപ്പോൾ 2 പ്രാവശ്യം നമ്മൾ ഹോസ്പിറ്റലിലായിരുന്നു. ഐസൊലേഷനിലാണെങ്കിൽ കൂടി അവൾക്ക് ഫുഡ് കഴിക്കാൻ പോലും പറ്റില്ല. എന്നാലും കേക്ക് കട്ട് ചെയ്യണം, അത് സിസ്റ്റർമാർക്ക് കൊടുക്കണം, ഡോക്ടേഴ്സിന് കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള ഇഷ്ടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബർത്ത്ഡേക്ക് ഞങ്ങൾക്ക് നിർബന്ധമായിട്ടും കേക്ക് കട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പോൾ അത് അഞ്ജലിയുടെ കൂടെ ആകുമ്പോൾ അനുവിന് ഒരുപാട് സന്തോഷമാവുമല്ലോ. അപ്പോൾ അതായിരുന്നു ഞങ്ങൾ ലക്ഷ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അഞ്ജലിക്കാണെങ്കിൽ നമ്മൾ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ അത്രയും ഹാപ്പി ആയിരുന്നു. ഇത് അനു കഴിഞ്ഞ ക്രിസ്മസിന് വന്നപ്പോൾ ഗിഫ്റ്റ് കൊടുത്തതാണേ. അപ്പോൾ അഞ്ജലിക്ക് നമ്മൾ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ വല്ലാത്തൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത്ര സന്തോഷം. ഇങ്ങോട്ടാണെങ്കിൽ അഞ്ജലി വിളിക്കാൻ പറ്റില്ല, റെസ്റ്റ് ടൈമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്നുള്ള പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് പള്ളിപ്പെരുന്നാളിൻ്റെ സമാപന ദിവസമായിരുന്നു കേട്ടോ. 2 ദിവസമായിട്ട് ആ ഒരു തിരക്കാണ് അവർക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് റിലേറ്റീവ്സ് വന്നിട്ടുണ്ട്. പിന്നെ അവളുടെ അനിയൻ അമൽ ഗൾഫിൽ നിന്ന് ഇതിന് വേണ്ടി വന്നതാണ് പള്ളിപ്പെരുന്നാളിന് വേണ്ടിയിട്ട്. പിന്നെ ഹസ്ബൻഡാണത് ജോജു. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം കേട്ടോ. പിന്നെ അഞ്ജലിയുടെ അപ്പച്ചൻ്റെയും ശ്രീകുട്ടിയുടെയും വക ഓരോ പാട്ടുണ്ടായിരുന്നു കേട്ടോ. Come on.
അടുത്തത് ഫുഡ് കഴിക്കാനുള്ള തീരുമാനത്തിലാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ ഫുഡൊക്കെ എല്ലാം മേശയുടെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ അഞ്ജലി ഓരോ ഫുഡും എന്താണെന്നൊക്കെ പരിചയപ്പെടുത്തി തരുമായിരുന്നു. ബീഫ് വരട്ടിയത്, പിന്നെ ഇത് ചിക്കൻ കറി, പിന്നെ ഇത് ചിക്കൻ കൊണ്ടാട്ടം, പിന്നെന്താ ഇത് പോർക്ക് ഫ്രൈ, പിന്നെ ഇത് പെരുന്നാളിന്റെ പലഹാരം അച്ചപ്പം, കുഴിയപ്പം, കുഴലക്ക, പിന്നെ ചപ്പാത്തി, പിന്നെ ചായ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അതെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ കൊണ്ടുപോയ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ, സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട്. ഇനി ഗിഫ്റ്റ് കൊടുക്കലാണ് അടുത്ത ചടങ്ങ് കേട്ടോ. ഗിഫ്റ്റ് കൊടുക്കുക അവർ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനൊരു ഗിഫ്റ്റ്. അപ്പോൾ ഒരു ഗിഫ്റ്റ് അവർക്ക് 2 പേർക്കും കൊടുത്തു. അപ്പോൾ ജോജുവിന് ഇത്തിരി നാണുള്ള ആളാണ്. അപ്പോൾ അതിനെപ്പറ്റി എല്ലാവരും കളിയാക്കിയിരുന്നു ആ സമയത്ത്. അപ്പോൾ അഞ്ജലി എല്ലാം നോക്കി സർപ്രൈസ് ഗിഫ്റ്റ് എന്താണെന്നുള്ളതാണ് പിന്നെ അടുത്തതുള്ളത്. അപ്പോൾ അവൾ അതെല്ലാം പാക്കറ്റൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ തന്നെ ഡ്രസ്സിന് കിട്ടിയ വഴിക്ക് ഡ്രസ്സായിരുന്നു കേട്ടോ. ഡ്രസ്സ് കണ്ട വഴിക്ക് ഭയങ്കരമായിട്ട് അവൾക്ക് ഒരു വല്ലാത്തൊരു സന്തോഷം. അവൾക്ക് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ അവൾ. അവളുടെ ആ ഒരു സന്തോഷം കണ്ടപ്പോൾ വല്ലാത്തൊരു അനുഭവമായി ഞങ്ങൾക്ക് കേട്ടോ. കാരണം കുറച്ച് സമയത്തേക്ക് അവളിങ്ങോട്ട് മറന്ന് ചിരിക്കുകയായിരുന്നു. സർപ്രൈസ് ഗിഫ്റ്റ് കാണലും ഗിഫ്റ്റും അതേപോലെ തന്നെ നമ്മളെ കാണലും എല്ലാം കൂടെ ഉണ്ട്. അവൾക്ക് ഭയങ്കര ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു അവൾക്ക് ആ സമയത്ത്. നമുക്ക് തന്നെ അത് കണ്ടുപോകുമ്പോൾ കണ്ണ് നിറയായിരുന്നു. അപ്പം അനു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ജീവൻ്റെ ജീവനാണെന്നുള്ളത് ഇത് കണ്ടതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും ഇതാണ് അവൾക്ക്. 2 പേർക്കും അതെ കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും അതെ, നമ്മളോട് അവൾക്ക് അങ്ങനെയാണ്, അവരെല്ലാവർക്കും അതെ. അപ്പം ഡ്രസ്സ് കിട്ടിയപ്പോൾ അഞ്ജലിക്ക് പിന്നെ അവർക്ക് സംശയമായി, ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് ഈ ഡ്രസ്സ് ഓക്കെ ആവുമോ അങ്ങനെയുള്ളൊരു സംശയമായിരുന്നു. പിന്നെ ഡ്രസ്സൊക്കെ വേഗം ഇട്ട് നോക്കി കറക്റ്റ് സൈസായിരുന്നു. ഭയങ്കര സന്തോഷമായി അപ്പോൾ അത് കണ്ടപ്പോൾ. പിന്നെ അനുവിനൊരു ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു. ഞങ്ങളത് ഇറങ്ങുകയാണ് കേട്ടോ. പിന്നെ ശ്രീകുന് എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ സമയം അവിടെ നിൽക്കാനും വയ്യ. 5 മണിയായി അപ്പോഴേക്ക്. അപ്പോൾ ഞങ്ങളെല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് പോന്നപ്പോൾ ഭയങ്കര വിഷമമായി. പെട്ടെന്ന് ഇങ്ങോട്ട് സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ പോന്നു. ഇനി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അനുവിൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ച കുറച്ച് ഫോട്ടോസൊക്കെ കാണാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.